അടുത്തിടെയാണ് മാധ്യമപ്രവർത്തകൻ ആർ. റോഷിപാലിന്റെ അവൾക്കൊപ്പം ഒരു മാധ്യമപ്രവർത്തകന്റെ അന്വേഷണയാത്ര എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. എറണാകുളം ചാവറയ്ക്കൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ എൻ. എസ്. മാധവൻ, ഭാഗ്യലക്ഷ്മി, ആശ ആച്ചി ജോസഫ്, ആർ. റോഷിപാൽ, ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ, സി. എന്നിവർ പങ്കെടുത്തിരുന്നു. നടി ഭാവന ഓൺലൈനായി പുസ്തക പ്രകാശനത്തിൽ ഭാഗമായിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെ നടത്തിയ സുദീർഘവും അപകടം നിറഞ്ഞതുമായ അന്വേഷണ മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പാണ് അവൾക്കൊപ്പം. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പ്രമുഖരുടെ ഗൂഢനീക്കത്തെയും വേട്ടക്കാരെ സഹായിച്ച വ്യവസ്ഥിതിയോടെയും തുറന്നു കാട്ടുന്നതോടൊപ്പം നീതിയില്ലാത്ത ഒരു മാധ്യമപ്രവർത്തകന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ കഥയും ഈ പുസ്തകം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ പുസ്തകം വായിച്ചവരിൽ ഒരാൾ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ഒരു പെണ്ണിന്റെ നീതിക്ക് വേണ്ടി രാപ്പകൽ ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരു ചാനലും അതിനകത്ത് മാധ്യമപ്രവർത്തകനും എന്ന ഒരു നരേഷൻ തന്നെ തനിക്കൊരു കാലത്തും വിശ്വാസയോഗ്യമല്ലെന്നും ആ പെണ്ണിനെ അവസ്ഥയെ വിറ്റ് തിന്നുകയായിരുന്നു ഈ ചാനൽ പടയോടെ ചെയ്തതെന്നും ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ആ കുറിപ്പുകൾ ഇങ്ങനെ: വായനക്കാർ മണ്ടന്മാരല്ല. ഞാൻ അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നതല്ല ഇവിടുത്തെ വിഷയം. ആർക്കൊപ്പമായാലും ശരി, അവളുടെ അനുഭവങ്ങൾ അവളുടെ മാത്രമാണ് എന്ന ബോധ്യത്തോടെ തന്നെ ഞാൻ ഈ പുസ്തകത്തെ തള്ളിക്കളയുകയാണ്. കാരണം ഒരു പെണ്ണിൻ്റെ നീതിക്ക് വേണ്ടി രാപ്പകൽ ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരു ചാനലും അതിനകത്ത് മാധ്യമപ്രവർത്തകനും എന്ന ഒരു നരേഷൻ തന്നെ എനിക്കൊരു കാലത്തും വിശ്വാസയോഗ്യമല്ല. മനസ്സിലായില്ലേ? ആ പെണ്ണിൻ്റെ അവസ്ഥയെ വിറ്റ് തിന്നുകയായിരുന്നു ഈ ചാനൽ പടയൊക്കെ. എന്നിട്ട് ഒടുവിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ്റെ നീതിബോധത്തെക്കുറിച്ചൊക്കെ പ്രസംഗം നടത്തുന്നു. നോക്കൂ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നികേഷ് കുമാറിനെ അയാളുടെ ഉദ്ദേശശുദ്ധിയോ അവരുടെ ചാനലിലെയോ അതിനകത്ത് ഈ മാധ്യമപ്രവർത്തകനെ പറ്റിയൊന്നും തന്നെ എനിക്ക് വലിയ അഭിപ്രായമില്ല. ടി.ആർ.പിക്ക് വേണ്ടി എന്തോ വീടിൻ്റെ മുകളിൽ ഡ്രോൺ പറത്തിയ ടീമാണ് ഓർക്കണം. പിന്നെ തലയ്ക്ക് വെളിയിലുള്ള ആർക്കും അറിയാം ടി.ആർ.പി കൂട്ടാനായി ഇവറ്റകളൊക്കെ നടിയെ ആക്രമിച്ച കേസിന് പുറകെ എത്രത്തോളം നടന്നതാണെന്ന്. അതായത് ഒരു സ്ത്രീയുടെ ദുരനുഭവത്തെ വാർത്തയാക്കി മണിക്കൂറുകളോടുമെടുത്ത് സംപ്രേഷണം ചെയ്ത് ആ വഴിക്ക് ടി.ആർ.പി ഉയർത്തിയ മാധ്യമപ്രവർത്തകർ തന്നെ ഇപ്പോൾ മാധ്യമധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ പുച്ഛമാണ് തോന്നുന്നത്.